Hello, guys. Hello, hi. My name is Jerin Joseph. Can you open your eyes? സീരീസിലെ തേർഡ് വീഡിയോ ആണ് ഇത്. എനിക്ക് നിങ്ങളുടെ സമയം കളയുന്നതിൽ തീരെ താല്പര്യമില്ല. എൻ്റെ സമയം കളയുന്നതിലും തീരെ താല്പര്യമില്ല. എൻ്റെ സമയത്തിനേക്കാളും നിങ്ങളുടെ സമയമാണ് കൂടുതൽ ഞാൻ വില കൽപ്പിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ ജെ വടക്കൻ, ജെറിൻ ജോസഫ് വടക്കൻ. ഇത് നമ്മുടെ കറണ്ട് ദുബായാണ്. ഷെയ്ഖ് സായിദ് റോഡ് E11 എന്ന റോഡാണ്. എല്ലാവരും മെട്രോയിലും ഒരുപാട് റീൽസിലും കണ്ടിട്ടുള്ള അതേ റോഡാണിത്. ഞാൻ നിങ്ങൾക്ക് അതേ സെയിം റോഡാണ് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 13 മിനിറ്റ്സാണ് ഞാൻ ആ റോഡ് കാണിക്കുന്നുണ്ട്. ബുർജ് ഖലീഫ കാണാത്തവരും ദുബായ് മാൾ കാണാത്തവരും ആയിട്ടുള്ള UAE-കാരൻ്റെ അടുത്തും പിന്നെ ഇന്ത്യക്കാരായ എൻ്റെ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടും കേരളത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടും ആണ് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എത്രത്തോളം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ്ഡ് ആണ് ദുബായിലെന്നുള്ള കാര്യം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ പോകുന്ന സ്പീഡ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 120 താഴെയാണ് പോകുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ അത്ര സ്ലോയിലാണ് പോകുന്നത്. ഇത് അപ്പോൾ എടുത്തിട്ടുള്ള ഒരു സൗണ്ട് അല്ല, ഇത് ഞാൻ എക്സ്ട്രാ കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഐ വിൽ കം ടു മൈ പോയിന്റ്. ഇത് എൻ്റെ ക്യാൻ യു ഓപ്പൺ യുവർ സീരീസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ വിഷ്വൽസ് കണ്ട് എൻജോയ് ചെയ്യാം. ഞാൻ ക്യാൻ യു ഓപ്പൺ യുവർ ഐസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സാധാ കണ്ണ് തുറക്കുന്നതാണല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി ആഴ്ന്ന് ചിന്തിച്ച് കണ്ണ് തുറക്കുന്നതാണ് ഉദ്ദേശിച്ചത്. ഞാനിപ്പോൾ ഈ അടുത്ത് കേട്ടിട്ടുള്ള ഒരു ധ്യാനത്തിൽ ഞാൻ കേട്ടതാണ്. ഞാനൊരു ധ്യാനത്തിൽ അറ്റൻഡ് ചെയ്തു. ഞാനത് കേട്ടിട്ടുള്ളതിൽ മനസ്സിലായതാണ് ക്യാൻ യു ഓപ്പൺ യുവർ ഐസ് എന്ന് പറയുന്ന ആൾ ഏറ്റവും നല്ലത്. നിങ്ങൾ എവിടെ പോകുന്നതാണെങ്കിലും ക്യാൻ യു ഓപ്പൺ യുവർ ഹാർട്ട്. എന്തിനാണ് പോകുന്നതെന്ന് ഉദ്ദേശിച്ചിട്ട് എന്ത് പരിപാടിക്കാണ് പോകുന്നതെങ്കിലും ഹാർട്ട് തുറന്ന് കാണുക. ബിക്കോസ് ഞാൻ അങ്ങനെ ചെയ്തിരുന്ന ഒരാളല്ല. ഞാൻ ആളുടെ ഒരു സംസാരത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു 1.5 hour സംസാരത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് ഹാർട്ട് തുറന്നിട്ട് വേണം എല്ലായിടത്തും പോകാനായിട്ട്. എന്തിനാണ് നീ പോകുന്നത് എന്നുള്ള ചിന്ത വെച്ചിട്ട് വേണം പോകാനായിട്ട്. അല്ലാണ്ട് നമ്മൾ ഒരു എതിർക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത് എന്നുള്ള മൈൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇത്രയും സന്തോഷകരമായിട്ട് തോന്നാം. എന്താണ് നിങ്ങളുടെ മോട്ടീവ്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് തന്നെ ആളുകളുടെ വഴി ഓപ്പൺ ചെയ്യാനാണ്. ഓപ്പൺ ദ റോഡ്സ് ഫോർ പീപ്പിൾ, ദി റോഡ്സ് ഫോർ സക്സസ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിനേക്കാളും കൂടുതലായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്. എൻ്റെ ഈ ഡയലോഗ്സ് കേട്ടിട്ടും എൻ്റെ ഈ സീരീസ് കേട്ടിട്ടും ഒരാൾക്കെങ്കിലും ചേഞ്ച് വരാണെന്നുണ്ടെങ്കിൽ ഐ ആം സോ ഹാപ്പി. 10 പേർക്ക് ചേഞ്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം ഡബിൾ ഹാപ്പി. ആൻഡ് 100 പേർക്ക് കിട്ടുകയാണെങ്കിൽ ആസ് ദ ഗോസ് ദ ട്രിപ്പിൾ ലൈക്ക് ഇറ്റ് ഈസ് ഗോസ് സോ ലോങ് ഐ ബി ഹാപ്പിയസ്റ്റ് എവർ. ബിക്കോസ് നമ്മുടെ കാര്യങ്ങളിലോട്ട് ചിന്തിച്ച് തുടങ്ങിയാൽ ഞാൻ കൂടുതലും സെൽഫിഷായി മാറുന്നു എന്നാണ് എൻ്റെ ഒരു പ്രശ്നം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാരണം ഞാൻ എന്നിൽ തന്നെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സെൽഫിഷാവും. കൂടുതൽ സെൽഫിഷാവാൻ പാടില്ല. ഞാൻ കൂടുതൽ സെൽഫിഷായി കഴിഞ്ഞാൽ ഐ കനോട്ട് സീ ദ പീപ്പിൾസ് സോറോ. പീപ്പിൾ ആർ ക്രൈയിങ് ഓഫ് ഹൗ അലോൺ ദേ ആർ. എല്ലാവർക്കുമുള്ളതാണ്. ഞാൻ ഭയങ്കര ഒറ്റയ്ക്കാണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഒറ്റയ്ക്കാണ്, ആരും എൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല. ഓർക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ഒറ്റയ്ക്കാണ് നിങ്ങളിപ്പോൾ. ഇതിൽ നിന്ന് ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. സന്ദേശം തരുന്ന ഒരു മെസ്സേജ് ഉദ്ദേശിക്കുന്നത് ഞാനും ഒരുപാട് ചിന്തിച്ചതാണ് ഞാൻ എത്രത്തോളം ഒറ്റയ്ക്കാണ് എന്നുള്ള എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി. ഞാനിപ്പോൾ ലോൺലിനെസ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒറ്റയ്ക്കാവാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഒറ്റയ്ക്കാവാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരിൽ നിന്നും മാറി. ഇതാണ് ദുബായ് മാൾ. ഇതാണ് നിങ്ങൾ ദുബായ് മാൾ എന്നുള്ളത്. ദുബായ് മാളിൻ്റെ ഒരു എൻട്രിയാണിത്. നിങ്ങൾക്ക് കാണാം. ദുബായിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും, പക്ഷേ അറിയാത്ത ആൾക്കാർ ഇനിയും ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 1 year ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാണ്. ആളുടെ സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ ജോലിക്ക് വേണ്ടി വന്നിട്ടുള്ളത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ്. ആളുടെ പേര് സജി എന്നാണ് പേര്. മേ ബി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ആളെ കുറിച്ച്. ആളോട് ഞാൻ ചോദിച്ചു, ചേട്ടൻ എപ്പോഴെങ്കിലും ദുബായ് മാൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ബുർജ് ഖലീഫ ഡയറക്റ്റ് ഉള്ളിൽ പോയി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
ആൾ പറഞ്ഞു ഇല്ല ഇല്ല, ഞാൻ ഉള്ളിലോട്ട് പോയി കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഡെയിലി ജോലിക്ക് പോകുന്ന പാം ജുമേറ പോണ വഴിക്ക് കാണലുണ്ട് ദുബായ് മാളൊക്കെ. അപ്പോൾ അപ്പോൾ എൻ്റെ വായടഞ്ഞു. ഐ കനോട്ട് ടെൽ ഹി ഡിഡ്ന്റ് സീ ദുബായ് മാൾ. ഇതെല്ലാം കാണുന്ന ആ വഴിയിൽ തന്നെയാണ്. അത്ര ഹൈറ്റുള്ള ഒരു എൻ്റെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന് 5.5 കിലോമീറ്റർ അപ്പുറത്താണ് ഇത് ബുർജ് ഖലീഫ. എനിക്ക് എൻ്റെ റൂമിൻ്റെ അവിടെ നിന്നാൽ തന്നെ കാണാം ബുർജ് ഖലീഫ. സോ ഹി കനോട്ട് ടെൽ ഡിഡ്ന്റ് സീ ബുർജ് ഖലീഫ. ഞാനിപ്പോൾ ഈ റോഡ് ഡൗൺ ടൗണിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് ഇതിപ്പോൾ മുസ്തഖബാൽ സ്ട്രീറ്റിൽ കയറുന്നൊരു റോഡാണ്. നിങ്ങൾക്ക് കാണാവുന്നുള്ളൂ ഇതിൻ്റെ ഒരു വിഷ്വൽസ്. എൻ്റെ മുന്നിൽ എടുക്കുന്നൊരു മെഴ്സിഡീസിൻ്റെ ഒരു വണ്ടിയാണ്. ഈ വണ്ടി എത്രത്തോളം സ്പീഡിൽ പോകുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കുറച്ചുകൂടി നേരെ പോയി കാണിച്ചു തരാം. പിന്നെ ലോൺലിനെസ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ചിന്ത വരാനുള്ളൊരു കാരണം, ഒറ്റയ്ക്കുള്ള ചിന്തയല്ല, എത്രത്തോളം ഒറ്റയ്ക്കാന്നുള്ള അറിയാനുള്ളൊരു കാരണമാണ്. നിങ്ങൾ പറയും എല്ലാത്തിനും അവസാനം എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടുകാരുണ്ട്, എൻ്റെ ആരെങ്കിലും എൻ്റെ അപ്പനും അമ്മയും ഉണ്ട് എൻ്റെ ജീവിതത്തിൽ, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനത്തെ ഒരു അവസരത്തിലുള്ള ഒരു ആൻസറാണ് ഞാൻ. എൻ്റെ വകയുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒരിക്കലും ശരിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ UAE താമസിക്കുന്ന ഒരു പ്രവാസിക്ക് കുറച്ചൊക്കെ സങ്കല്പിക്കാൻ പറ്റുന്ന ഒരേ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പനി വന്നു. സാധാ പനി എല്ലാവർക്കും വരുന്നതാണ്, നമുക്കറിയാം. ഒരേ പനി വന്നിട്ട് ഒരു 2 ദിവസം 3 ദിവസം പനി മാറിയില്ലെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുള്ളത്. സാധാരണ ചെറിയ ഫ്ലൂവും വൈറൽ ഫീവറൊക്കെയാണ് 2 ദിവസം കൊണ്ട് കുറയുന്നതാണ്. പക്ഷേ ഇത്രയും എഫക്റ്റ് കൂടിയൊരു ഫീവറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കണം. ആൻറ്റിബയോട്ടിക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇൻഫർമേഷൻ അറിയുന്ന പോലെ അമോക്സിലിൻ കഴിക്കാം. അമോക്സിലിൻ പിന്നെ അതിൻ്റെ കൂടെ ഇത്രയും പവറുള്ള സാധനമാണ് അമോക്സിലിൻ പ്ലസ് പൊട്ടാസ്യം ക്ലാവലേറ്റ്. അമോക്സോ ക്ലാവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗുളികകളുണ്ട്. ഇതിൻ്റെ കെമിക്കൽ നെയിമാണ് പറഞ്ഞത്, അമോക്സിലിൻ പ്ലസ് പൊട്ടാസ്യം ക്ലാവലേറ്റ്. അതൊരു ഇതിൻ്റെ ഇതാണ്, കോമ്പിനേഷനാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥയിൽ ഞാൻ വളരെ ടയേർഡായി. എൻ്റെ സൗണ്ട് പോയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട്. ഞാൻ ആകെ ടയേർഡാണ്, ആകെ ശ്വാസം കിട്ടുന്നില്ല. ലൈക്ക് വെൻ ഐ വാസ് എഫക്റ്റഡ് ബൈ കൊറോണ ഐ ഗെറ്റ് ദ സെയിം സിറ്റുവേഷൻ ലൈക്ക് ദാറ്റ്. സർട്ടായിട്ട് ഓക്സിജൻ കോണ്ടൻറ്റ് കുറഞ്ഞ പോലെയും എൻ്റെ ഇത് കിട്ടുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അവസരത്തിൽ ഞാനിപ്പോൾ ഫോൺ എടുത്തു. നമുക്കെല്ലാവർക്കും അറിയുന്ന ബോട്ട് ടീം എടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വിളിച്ചു. ആസ് എവ്രി വൺ ഈസ് ഐ വാസ് തിങ്കിങ്, ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസങ്ങളാണ് ഇതെല്ലാം, അവസാനത്തെ നിമിഷമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വിളിക്കുന്നത്. ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ട് വീട്ടിൽ റെസ്പോൺസ് ഇല്ല, കോൾ പോകുന്നുണ്ട്. ഒരു 1 hour ഞാൻ ട്രൈ ചെയ്തു വീട്ടിലോട്ട് കോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എടുക്കുന്നില്ല. ബിക്കോസ് അവർ ഇൻറ്റൻഷനലി അല്ല, അവർ പുറത്ത് എന്തോ പണിക്ക് പോയിട്ട് അവിടെ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. ഞാനപ്പോൾ മനസ്സിലാക്കി ഹൗ മച്ച് അലോൺ ഐ ആം. ശരിക്കും എത്ര ലോണാണെന്നുള്ള കാര്യം ചിന്തിക്കാനും പറ്റിയ ഒരു അവസരമാണ് അത്. ഇങ്ങനത്തെ അവസരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഉണ്ടാവരുത് എന്നാണ് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നത്. നിങ്ങളുടെ ഭാര്യ ആയാലും നിങ്ങളുടെ മക്കളായാലും ആരായാലും ചിലപ്പോൾ കോൾ എടുത്തു എന്ന് വരില്ല നിങ്ങളെ, ബിക്കോസ് അവർ മനഃപൂർവ്വം നിങ്ങൾ എടുക്കാണ്ടിരിക്കുന്നതല്ല. എന്തെങ്കിലും സിറ്റുവേഷനിൽ മോൻ കളിക്കാൻ പോവുകയോ ഭാര്യ ജോലിയിൽ ഏർപ്പെടുകയോ ചെയ്തപ്പോൾ ഫോൺ അവിടെ വെച്ച് പോയി, അതുകൊണ്ടായിരിക്കും എടുക്കാണ്ടിരുന്നുണ്ടാവാം. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ അവിടെയുള്ള ഇഷ്ടക്കുറവ് കൊണ്ട് മാത്രം എടുക്കുന്നതല്ല. നമുക്ക് ആ സമയത്ത് നമ്മുടെ സമയത്തുള്ളിലുള്ളത് വെറും ഇരുട്ടാണ്. ഇതിന് ശേഷം ഒന്നുമില്ല, നത്തിങ്. ഇറ്റ്സ് ബ്ലാക്ക് എനഫ് ആൻഡ് ബ്ലാക്ക് എവ്രിവെയർ. It's maybe the last times then when it was then my last time there was nothing and no one is taking care of me. അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് വന്ന്. പക്ഷെ അത് എൻ്റയർലി തെറ്റാണ്. എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ, പക്ഷെ നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നേരിടണം. മനസ്സിൻ്റെ ശക്തി, എല്ലാവർക്കും ശക്തി തന്നിട്ടുണ്ട്. മനസ്സിൻ്റെ ശക്തി തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്. ഫിസിക്കൽ ശക്തിനെ കുറിച്ചല്ല പറയുന്നത്. ഫിസിക്കൽ ശക്തി നമുക്ക് എന്തായാലും വേണം. ദുബായ്ക്കാരോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ എക്സസൈസ് ചെയ്യണം. ഞാൻ പറഞ്ഞത് യു ഷുഡ് ബി ഡൂയിങ് എക്സസൈസ് ബിക്കോസ് ദീസ് ഡേയ്സ് ആർ പീപ്പിൾ ഡൈയിങ് ഇൻ എ വെരി ലെസ് എമൗണ്ട് ഓഫ് ഏജ്. 25 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ബിക്കോസ് ഓഫ് ദ ഫുഡ് കൾച്ചർ വി ആർ ഗോയിങ് ത്രൂ ആൻഡ് നോ എക്സസൈസ് ആൻഡ് നോ അതർ pressure from the company. For that you should be doing exercise. Drink several quantity of water, maybe 3 liters minimum you should drink. I'm not a doctor and I like to tell you that food is the medicine. പറയുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കറക്റ്റ് ടൈമിൽ കഴിക്കണം. ഭക്ഷണം കറക്റ്റ് ടൈമിൽ കഴിക്കാതെ ഉണ്ടാകുന്ന പ്രശ്നവും അൾസറാണ്. ഭക്ഷണമാണ് എല്ലാവരുടെയും
ശരിക്കും ഫസ്റ്റ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. ഓക്കെ മാൻ, ടേക്ക് കെയർ. ദിസ് ഏരിയ എന്ന് പറഞ്ഞാൽ അൽക്കൂസ് വണ്ണാണ്, സിമെൻറ്റ് ഫാക്ടറി ജംഗ്ഷൻ.